സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ അറിയാലോ, നമ്മളുള്ളത് വൈറ്റിലെ ഡിക്കാത്തലോണിലാണ് കേട്ടോ. അപ്പോൾ 1-2 പ്രൊഡക്റ്റ് മേടിക്കാനുണ്ട്. അതുപോലെ തന്നെ 15,000-20,000 വിലയുള്ള ഹൈബ്രിഡ് MTBs ഏതൊക്കെയാണെന്ന് നോക്കണം. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. നമ്മുടെ അഫിനകത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ രണ്ട് കായാക്ക ഗിരിയുണ്ട്. 29,999 സിംഗിൾ സീറ്റർ, ഡബിൾ സീറ്റർ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം സൈക്കിളാണല്ലോ. അകത്തേക്ക് പോയി നോക്കിയേ. നമ്മളങ്ങനെ കത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സെക്ഷൻ മൊത്തം പാൻറ്റുകളാണ്. ഞാൻ സാധാരണ സൈക്കിൾ ചെയ്യുമ്പോൾ ഷോർട്ട്സൊക്കെ യൂസ് ചെയ്യൽ കുറവാണ്. ഇതുപോലത്തെ ലോങ് പാൻറ്റുകളൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യാറ്. അകത്ത് സൈക്ലിംഗ് ഷോർട്ട്സ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, പാഡുള്ള. അപ്പോൾ ഈ ഒരു കളറ് എനിക്കില്ല കേട്ടോ, ഈ ഒരു ഗ്രീൻ കളറ്. അപ്പോൾ ഇതൊരു ഭയങ്കര കംഫർട്ടബിളാണ്. കാരണം നമ്മളിത് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു നീണ്ട കാലം യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ലാർജ് എടുത്തിട്ടുണ്ട്. എക്സിന് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര ലൂസ്. അപ്പോൾ ലാർജ് ഇട്ട് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ അപ്പുറത്ത് 1000-ൻ്റെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പുറത്ത് 1000-ൻ്റെ ഉണ്ട്. ഒന്നും കൂടി കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ എൻ്റെ യൂസിന് ഇത് ഓക്കെയാണ്. ഇത് പ്രൈസ് വരുന്നത് 799 ആണ് കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ 999 ഉണ്ട്. ഇത് നമുക്ക് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. അതുപോലെ തന്നെ കളറും ഡിഫറെൻ്റ് ഉണ്ട്. പിന്നെ സ്മോള്, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയെ നമ്മളൊരു പൈസ അധികം കൊടുത്താൽ ഒരു ക്വാളിറ്റി തുണിയുടെ നല്ലൊരു പ്രത്യേകത ഉണ്ട്. ഭയങ്കര ഒരു സിൽക്ക് പോലെ റിങ്കിൾ ഫ്രീ എന്നൊക്കെ പറയൂലേ. അപ്പോൾ ആ ഒരു മെറ്റീരിയലാണ്. നല്ല കളറും നല്ല ചേഞ്ച് ഉണ്ട്. ക്യാരി വേറെവർ യു ഗോ. ഇത് ബീറ്റിൻ്റെ ഒരു ഫോൾഡിങ് ബൈക്കാണ് കേട്ടോ. കാറിൻ്റെ ബൂട്ടിലൊക്കെ നമുക്ക് കയറ്റിക്കൊണ്ട് യാത്ര ചെയ്ത് സൈക്ലിങ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ്. ടിൽറ്റ് 120 ഫോൾഡിങ് ബൈക്ക് എന്നാണ് ഇതിൻ്റെ പേര്. വില വരുന്നത് 19,999 രൂപയുണ്ട, അതായത് 20,000 റുപ്പീസ്. ആദ്യം നമ്മൾ 15,000 രൂപ വിലയുള്ളൊരു ബൈക്കാണ് കേട്ടോ. റോക്ക് റൈഡറിൻ്റെ ST40 അല്ലേ? ST40. ഇത് ഇതാണ്ട് സംഭവം. ഒറ്റ കളറാണുള്ളത്. അതിൽ ഒറ്റ കളർ വരുന്നത് സ്റ്റീൽ ഫ്രെയിമാണ് വരുന്നത്. പിന്നെ സസ്പെൻഷൻ വരുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്രീലോഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഒറ്റ കളർ തന്നെയാണ്. ഫുള്ള് സ്റ്റീലാണ്. ഇതാ ഡ്രൈവ് ട്രെയിൻ 7 3x7. ആ അതൊരു 15,000 പുറത്താണ്. റോക്ക് റൈഡർ ST40 അല്ലേ? MTB അല്ലേ? MTB. പിന്നെ നമുക്ക് ഏതാ വരുന്നത്? 15-ൻ്റെ 20-ൻ്റെ അടുത്ത് വരുന്നത് 18,000. ആ ഇത് 18,000. ഇപ്പോൾ ഓഫർ നടക്കുന്നത് 20,000 ആയിരുന്നു. 18 കിടക്കുന്നതാണ് അത്. ഓ ആക്സറീസ് എല്ലാം അഡീഷണൽ വരും. എല്ലാത്തിനും ആക്സറീസ് അഡീഷണൽ വരും. അല്ല ഇതൊക്കെ ആക്സസറീസ് അഡീഷണൽ ആണ്. അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സ്റ്റീൽ ഫ്രെയിം വരുന്നുണ്ട്. പിന്നെ പ്രീലോഡും കൂടെ വരുന്നുണ്ട്. നമ്മുടെ ഈ ഷോക്കിൽ തന്നെ പ്രീലോഡ് വരുന്നുണ്ട്. ഈ ഹെൽമെറ്റ് ഷോക്ക് വെച്ചേക്കണത് അല്ലെങ്കിൽ അല്ല, അത് അഡീഷണൽ ആണ്. ഓക്കെ. അതിൽ തന്നെ 2 കളേഴ്സ് വരുന്നുണ്ട്. ഈ താഴത്തെ ഇത് രണ്ടും സെയിം ആണല്ലേ? ST100 റോക്ക് റൈഡറിൻ്റെ 17,999. കൊള്ളാം. ഇത് MTB അല്ലേ? ഓക്കെ അല്ലേ? ലോക്കൗട്ട് ഉണ്ടല്ലോ. ഇത് ലോക്കല്ല, നമുക്ക് ആ ഒരു സസ്പെൻഷൻ പ്രീലോഡ് അഡ്ജസ്റ്റർ 3x7. മറ്റേനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അലൂമിനിയം ബോഡി ആയിരുന്നു. ഇത് അലോയി, അത് സ്റ്റീൽ. പിന്നെ ഹാൻഡിൽ ബാർസ് സ്റ്റീൽ തന്നെയായിരുന്നു. ഹാൻഡിൽ ബാർസും കൂടി സ്റ്റീൽ അലൂമിനിയം വരുന്ന വരുമ്പോഴത്തേക്കും 25. ഒരു 3000 വ്യത്യാസം രണ്ടും തമ്മിൽ. ഓക്കെ. പിന്നെ ഒന്നാണ് റിവേഴ്സ് സൈഡ് 500 അല്ലേ? ഫുൾ അലൂമിനിയം ആയിരുന്നു. സീറ്റ് സസ്പെൻഷൻ ഉണ്ട്, ഫ്രണ്ട് സസ്പെൻഷൻ ഉണ്ട്. അതിൽ ലോഡ് ചെയ്യാം, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിൽ 9 ഗിയേഴ്സ് ആണ് വരുന്നത്. ബാക്കിൽ 9 ആണല്ലേ? സീറ്റിൽ തന്നെ സസ്പെൻഷൻ ഉണ്ട്. നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് ആ ഒരു സസ്പെൻഷൻ ഉണ്ട്. അതിനെന്താ പോലെ അത് 27 ആയിരുന്നു, ഇപ്പോൾ 20 ആയിരുന്നു. അത് ഓഫറിൽ നടക്കുന്നത്. അതിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്, ഫ്രണ്ടും ബാക്കും. 27,000 രൂപയായിരുന്നു. 7,000 ഇപ്പോൾ ഓഫറുണ്ട്. കൊള്ളാം. ഇതാണ് ട്രൈബിൻ്റെ RC100 24,999 വരുന്നത്. 19,999 ഓഫർ. ഈ ബ്രേക്കാണ് സാധാ ബ്രേക്കാണ്. 1x7 ആണ് ഗിയർ വരുന്നത്. ഫുൾ ഫ്രെയിം അല്ല. ഫ്രെയിം അല്ലോയാണല്ലേ? സ്റ്റീൽ ഫോർക്കാണ് വരുന്നത്. ആ സസ്പെൻഷൻ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഗ്രിപ്പ് അറിയാൻ വേണ്ടിയിട്ട് സ്റ്റീൽ ഫോർക്കാണ്. ഓക്കെ. ഇതെല്ലാം അഡീഷണൽ. പമ്പ് വാങ്ങിയത്
ഇതിപ്പോൾ ഇത് 2000 ഉണ്ട്. ഇത് കിട്ടോ, ഇത് 1599. ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. കമ്പനിയിലോട്ട് മുമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലൗസ് ഒക്കെ ഉണ്ടാവും. അതായത് ഇതൊക്കെ എത്രയാണ്? 399, 599, 599, 899. ഈ 899ഉം 399 എന്ന് പറയുമ്പോഴേ നല്ല വ്യത്യാസമുണ്ട് റേറ്റ്. മെറ്റീരിയലിൽ വ്യത്യാസമാണ്. മെറ്റീരിയൽ ഇതിന് എക്സ്ട്രാ ഒരു ഇതൊക്കെ വരുന്നുണ്ട്. എക്സ്ട്രാ ഒരു ക്ലോത്ത് കുറേ കൂടി കംഫർട്ടബിളാണ്. ഇതിനതില്ല, ഭയങ്കര തിന്നാണ്. ആ ഒരു മാറ്റമൊക്കെയാണ്. ഇതുണ്ട് 1499. ഇത് ഫുൾ ഇവിടെ പിന്നെ എൻ്റെ കാലാവസ്ഥ അങ്ങനെയൊക്കെ ആയിട്ട് എന്നാലും 699 ഫുള്ളായിട്ട് ഫിംഗറൊക്കെ കവർ ചെയ്യുന്നതാണ്. പിന്നെ ബാഗ് 899. ഇത് 799. മേളിലേക്ക് വന്നത് 299. അത്യാവശ്യം ട്യൂബ് ചെറിയ പഞ്ചാർക്കിറ്റൊക്കെ വെക്കാം അല്ലേ? അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റി. ചെറിയ ബാഗുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇഷ്ടംപോലെ കാറ്റഗറിപ്പെട്ട വസ്തുക്കളൊക്കെ നമുക്ക് എന്തായാലും ഇത് നോക്കാം. ട്യൂബ് വാങ്ങി നോക്കാം. വേറെ പറഞ്ഞ ഈ ഒരു സെക്ഷനിലാണ് ബൈക്കിൻ്റെ പാർട്സൊക്കെ ഉള്ളത്. നമ്മൾ ഉദ്ദേശിച്ച സാധനം തുടരിപ്പുണ്ട്. 700x25 ആണ് നോക്കിയത്. ഇത് സൂട്ടാണ്. പ്രിസ്റ്റവാൾ വേണ്ടത്. ഇതിവിടെ വേറെ ജിപ്പുണ്ട്. അത് ലോങ് ആണ്. ഇത് വാൾവ് നമുക്കിത് ഇതേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഡീഗ്രീസറാണ് കേട്ടോ. ഫ്രാൻസിൽ നിന്ന് വരുന്നതാണ്. ഡീഗ്രീസർ, ക്ലീനർ, ചെയിൻ ലൂബാണല്ലോ. സോറി ഏതാണ് ഇത്? ഇത് വാക്സ് ലൂബ്. ഇത് ഓൾ വെതർ ലൂബ്. ഏതാണ് ആൾക്കാർ ഉപയോഗിക്കണം സാധാരണയായിട്ട്? ഓൾ വെതറാണോ? ഏത് കാലാവസ്ഥക്കും പറ്റിയത് തന്നെയല്ലേ. പക്ഷെ ഓൾ വെതറിനെക്കാട്ടി കോസ്റ്റാണ് വാക്സ് ലൂബ്. മാനുവൽ ഡിസ്ക് ബ്രേക്ക് യൂണിറ്റ് ഒക്കെയാണ്. ഇത് ഹൈഡ്രോളിക്കാണ്. എയറോ ബാറാണല്ലോ. ഇത് കോമൺ ആയിട്ട് എല്ലാ വണ്ടിക്ക് യൂസ് ചെയ്യാന്നുള്ളേ. ഓക്കെ. 299. പിന്നെ താഴെ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. 999 ആണ് ഷിഫ്റ്റേഴ്സ് വരുന്നത്. ഇത് 8 സ്പീഡാണ് കേട്ടോ. 8. പിന്നെ ഹാൻഡ് ഗ്രിപ്പൊക്കെ ഉണ്ട്. 299, 249, 349, 399. അപ്പം പിന്നെ കേബിൾ ഓടിക്കാന്ന് പറഞ്ഞ് ഔട്ടർ കേബിൾ 399. ഈ ഹാങ്ങർ ഏത് ബൈക്കിൻ്റെയാണ്? ചിലതിങ്ങനെ സാധാ സിംഗിൾ സ്പീഡ് സൈക്കിൾ ഗിയറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ മൈ ബൈക്കിൽ അല്ലെങ്കിൽ ഗിയർ കയറ്റുമ്പോൾ ഇത് വെച്ച് കൺവേർട്ട് ചെയ്യാം. ഓക്കെ. ഇതൊരു പോലുള്ള സാധനം ഉണ്ടോ? ഹാൻഡിൽ ബാർ ഉയർത്തേണ്ടതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് മൊത്തത്തിൽ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിലേ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഈ ബ്രേക്ക് ഓസിൻ്റെ ഒക്കെ കണക്ടറുകൾ, ബ്രേക്ക് പാഡ്, അതുപോലെ തന്നെ മൊബൈൽ ഹോൾഡർ, വാട്ടർ ബോട്ടിൽ ഹോൾഡർ, ബ്രേക്ക് ലിവറുകൾ, പിന്നെ എൻഡ് ക്യാപ്പൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ കേബിള്, ഔട്ടർ, ബ്രേക്ക് പാഡുകളാണ്, ക്വിക്ക് റിലീസ്, പിന്നെ അതുപോലെ തന്നെ കാസറ്റ്, ചെയിൻ, പിന്നെ മറ്റ് നമ്മുടെ ഈ ബ്രേക്കിനായിട്ട് അനുബന്ധപ്പെട്ട മറ്റ് പൈപ്പുകൾ, ആർഡി, റിയർ, അങ്ങനെ ഒരുപാട് വസ്തുക്കൾ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് ചില സാധനങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കണക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ബൈക്കിൻ്റെ സ്റ്റാൻഡ്, അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും മെക്കാനിക്കൽ സെക്ഷനായിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ അത്യാവശ്യം യൂസ്ഫുള്ളാണ്. ഈ ഒരു മൾട്ടി ടൂൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. സംഭവം സിമ്പിളാണ്, വെയ്റ്റ്ലെസ് ആണ്, സ്ട്രോങ്ങും ആണ്. ഞാൻ മുമ്പ് ഇത് പറഞ്ഞാൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
JC പ്രിൻറ്റിങ് ഉണ്ട് കേട്ടോ. അണ്ട 3 റേറ്റ് ഉണ്ട്. നമ്മുടെ പേരും നമ്പർ മാത്രം, പേര് മാത്രം. അപ്പോൾ അങ്ങനെ 3-ന് 3 റേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. B20 JCയിൽ മാത്രമാണ് കേട്ടോ ഇവരിങ്ങനെ ചെയ്ത് തരുന്നത്. B20 JCയിൽ നമ്മുടെ പേര്, നമ്പറൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിട്ടോ. അപ്പോൾ ട്യൂബ് വാങ്ങി, ഒരു പാൻറ് വാങ്ങി, പിന്നെ മൾട്ടി ടൂള് നമ്മൾ വാങ്ങിയില്ല. അപ്പോൾ നാളെ ഒരു ഇവൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഒരു വലിയൊരു ഇവൻ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്ര സൈക്ലിസ്റ്റുകളൊന്നും ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.